ഹായ്. ഇന്നലെ നമ്മളെ സുലുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ 6 മക്കളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി നടത്തി. അതിൽ പിരിഞ്ഞു കിട്ടിയ ക്യാഷും അവരെന്ത് ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിലുവും ഈ ഒരു ചാരിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ താഴെ വന്ന ഒരു കമൻറ്റുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. ഇത് സത്യമായിരിക്കണമെന്നില്ല, എന്തായാലും അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മുടെ ഈ 6 മക്കളുടെ ഉമ്മയുടെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് മുതലുള്ള ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പാവപ്പെട്ട ഉമ്മയെ അനുകരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു 6 മക്കളുടെ ഉമ്മയുടെ ഒരു കാര്യം വരുമ്പോൾ ഇവർ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് കുട്ടികളുടെ കാര്യത്തിന് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു വിശ്വസനീയമായ ഒരു കാര്യമല്ല. കാരണം ഇവർ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിലോ പിന്നെ മറ്റെന്തോ ഇവരുടെ വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, വീട് വെക്കാനാണ് ലോൺ എടുത്തത് എന്നാണ്. അങ്ങനെ ഉണ്ടാവുള്ളൂ. വീട് വെച്ച് നമ്മൾ ലോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നിക്ക് വീട് പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ നമ്മളെ പെൺമക്കളുടെ കല്യാണത്തിന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേതിലാണ് ഇവർ ആ ലോൺ എടുത്തത് എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും ലോണ് ഇവർക്ക് തിരിച്ചടയ്ക്കാനൊന്നും സാധിച്ചില്ല. ജപ്തി വന്ന സമയം തന്നെ ഇവർ ആ വീട് വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ വീട് വിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഒരു മനുഷ്യൻ എത്തുന്നത് എപ്പോഴാണ്? വീട് ജപ്തി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് ബാങ്കുകാർ തന്നെ കൊണ്ടുപോട്ടെ എന്ന് ചിന്തിക്കും. ഇപ്പോൾ ഇന്നലെ സുലുവിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വീട് തിരിച്ചെടുക്കണമെങ്കിൽ 18 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 18 ലക്ഷം രൂപയ്ക്കായിരിക്കും ഇവർ വിറ്റത്. അങ്ങനെയാണെങ്കിൽ ബാങ്കിലെ കടം അതിനേക്കാൾ ചെറിയ തുകയായിരിക്കും. അല്ലെങ്കിൽ എടുപടി എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല. അപ്പോൾ വീട് വിറ്റതിൽ ബാങ്കിന് അടച്ചതിന് ശേഷമുള്ള തുക ഇവരുടെ കൈവശം ഉണ്ടായിരിക്കും. അല്ല, ഇപ്പോൾ 18 ലക്ഷം രൂപയാണ് ഇവർ ബാങ്കിൽ അടയ്ക്കാനുള്ളത്. 18 ലക്ഷം രൂപയ്ക്ക് ഇവർ വീട് വിറ്റിട്ട് ഇവർ ബാങ്കിന് ആ ക്യാഷ് അടച്ചു. അങ്ങനെയെങ്കിൽ ബാങ്കിന് ക്യാഷ് അടയ്ക്കേണ്ടതില്ലല്ലോ. ബാങ്കുകാർ തന്നെ ജപ്തി എടുത്തോട്ടെ എന്ന് ചിന്തിക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിലൊരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സുലു ഇന്നലെ പറഞ്ഞ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളെ കരുതിയിട്ടാണ് അവർ ആ ഒരു ചാരിറ്റിയിൽ ഏർപ്പെട്ടത്. അപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു പിന്നെ തയ്യാറെടുപ്പിൽ ഇവർ തൃപ്തയല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിരിഞ്ഞു കിട്ടിയ തുക എന്ന് പറയുന്നത് കുട്ടികളുടെ പേരിൽ ബാങ്കിലിടുക. അല്ലെങ്കിൽ ഇനി ഒരു വീട് വെച്ചാൽ തന്നെയും കുട്ടികൾ 6 പേരും പ്രായപൂർത്തിയായതിന് ശേഷമേ ഈ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ആ വീട് വിൽക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ഒരു വല്ലാത്ത കുടുക്കിലാണ് ശരിക്ക് സിലു അവരെ നിർത്തിയത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ചാരിറ്റി ചെയ്തത്. കൃത്യമായി കുട്ടികളിൽ തന്നെ എത്തണമെന്നൊരാഗ്രഹം അവർക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഈ ഒരു തുക എന്ന് പറയുന്നത് ഇവർക്ക് വീട് വേണ്ട എന്നാണെങ്കിൽ ആ തുക കുട്ടികളുടെ പേരിൽ ബാങ്കിലിടും. കുട്ടികൾ മൈനറായതിനു ശേഷം അവർക്കത് യൂസ് ചെയ്യാമെന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ്. അതിനെ കൺഗ്രാറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ ഒരു സ്ത്രീയുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇവർ കുറച്ചുകൂടി ആഡംബരം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ എവിടെയോ 2000 രൂപയ്ക്കൊരു വീട് വാടകയ്ക്ക് ഇവർ നോക്കി. അത് 2 റൂമും ഒരു ഹാളും മാത്രമുള്ള ഒരു വീടാണ്. അവിടെ കുട്ടികൾ വലുതായത് കൊണ്ട് ഇവർക്കവിടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളും ജീവിക്കുന്ന 2 റൂമൊക്കെ ഉള്ള വീട്ടിലാണ്. ഞാനും 6 മക്കളൊക്കെ ഉള്ള ആളാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ സ്വന്തം വീട് നഷ്ടമായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കണം, നമ്മൾ ആ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടാർഗറ്റിനെ പുല്ലുപോലെ അതെനിക്ക് പറ്റില്ല, എനിക്ക് നാട്ടുകാർ പൈസ തരണം എന്നുള്ള ഒരു രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നു. പിന്നെ അത് ചാരിറ്റിക്കാരെ ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് അവർ വരുന്ന കണ്ടീഷനുകൾ അവർക്ക് തയ്യാറല്ല. അതായത് ഈ വീട് തന്നെ വേണം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ബാങ്കിലെ ലോൺ എത്രയാണ് എന്നുള്ളത് പറയേണ്ടതാണ്.
എന്തായാലും ഇതിൽ അബദ്ധത്തിൽപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്താണ്, അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി, ഇപ്പോൾ ഒരു ചാരിറ്റി വരുമ്പോഴത്തേക്കും ചാരിറ്റിയിൽ നിലനിൽക്കുന്ന ആളിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്യാഷ് ഇടുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ സുഖവാസത്തിന് വേണ്ടി മറ്റുള്ളവൻ്റെ അധ്വാനം ചെലവാക്കരുതേ എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതിലും എനിക്ക് ഇവരുടെ ഒരു സുഖവാസമാണ് എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കുക, അർഹതപ്പെട്ടവർക്ക് നമ്മളെ ഈ തസ്ലീം മീഡിയ പോലുള്ള പെൺകുട്ടീനെയൊക്കെ ഒന്ന് നോക്കണം. അതിനൊന്നും ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷെ ആ കുട്ടിയൊന്നും ഒരിക്കലും വന്നിട്ട് എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വീഡിയോയും ആ കുട്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ മാമന്മാർ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. നമുക്കറിയാം, കുടുംബമായിട്ട് ജീവിക്കുന്ന സഹോദരങ്ങൾ നമുക്കിനി എന്ത് തന്നാലും നമ്മുടെ ഭർത്താവ് തരുന്നത് പോലെയൊന്നും ആവില്ല, അറിഞ്ഞ് ചെയ്യുന്നത് പോലെ ആവില്ല. അവരെന്ത് തന്നാലും അത് വാങ്ങിച്ചിട്ട് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് തസ്ലീം മീഡിയയിൽ ഉമ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വലിയ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റുള്ളവനെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും ഒക്കെ നേടിയെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു 6 അടി മണ്ണിൽ അന്തി ഉറങ്ങേണ്ട ആൾക്കാരാണെന്നുള്ള ബോധം വേണം. പിന്നെ എന്താണ്, ഒരു വിശ്വാസത്തിനെ മുന്നിൽ നിർത്തി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ പ്രവാചകരുടെ ജീവചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പോലും വഫാത്താകുന്ന സമയത്ത് അവർ ദരിദ്രരായിരുന്നു. അവരതിൽ അൽഹംദുലില്ല പറഞ്ഞിട്ടുള്ളവരുമാണ്. കാരണം അതിനൊക്കെ കൊടുക്കേണ്ടുന്ന കണക്ക്, നമ്മൾ സമ്പന്നനായി തന്നെ ജീവിച്ചു എന്നല്ലല്ലോ, അതൊക്കെ ദാനം ചെയ്തു, അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു, ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചു എന്നുള്ള ഒരു മെസ്സേജാണ് അവരുടെയൊക്കെ ലൈഫ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈഫിനെയൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ തന്നെ ആഡംബരത്തെ, അത്യാഗ്രഹത്തിനെയൊക്കെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് വലിയ വിഷമകരമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ഒരു ബാധ്യത കൊണ്ട് നമ്മൾ വീട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരെങ്കിലും ഒരു വീട് വെച്ച് തരാമെന്ന് പറയുമ്പോൾ അതൊരു കുടുക്ക പോലത്തെ വീടാണെങ്കിലും നമുക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ ഈ പറയുന്ന ആൾ സന്തോഷവതി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ പോവട്ടെ. അർഹതയുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് സാധിക്കട്ടെ. നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെ ദാനം ചെയ്യുന്നത്. അവരുടെ ദാനം അർഹതയുള്ളവരുടെ കയ്യിൽ തന്നെ എത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇത്രയും എൻ്റെ ഒരു മനസ്സിലെ തോന്നലാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക.